ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ മറ്റൊരു GK സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടുത്ത കാലത്തായി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ജോബിന് നിങ്ങളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതായത് ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ. ശ്രദ്ധിച്ചോണം, ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ടുക്ക് എഫക്റ്റ് ഫ്രം എന്ന് മുതലാണ് നമ്മുടെ ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് അല്ലെങ്കിൽ ഒരു പതാക നിയമം ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1947 ജൂലൈ 22. ഓക്കെ, ഓപ്ഷൻ ബി 2002 ജനുവരി 26. ഓപ്ഷൻ സി 1950 ജനുവരി 24. ഓപ്ഷൻ ഡി 1957 മാർച്ച് 22. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം ചെയ്യുക, ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. കൂട്ടുകാരെ ശ്രദ്ധിച്ചോളാം, നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി സെക്കൻഡ് ആണ് കേട്ടോ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡ് 2002 ജനുവരി 26 ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2002 ജനുവരി 26. അതായത് എന്താണ് ഫ്ലാഗ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു? അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ഫ്ലാഗ് കോഡ് എന്ന് പറയുന്നത്. അതെന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ജനുവരി 26 എന്ത് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ശ്രദ്ധിച്ചോ, ഡേറ്റ് എന്നാണ് 2002 ജനുവരി 26. ഒന്ന് 2002 മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ജനുവരി 26 ഓൾറെഡി നമുക്ക് അറിയാം എന്താണ്, നമ്മൾ പതാകയൊക്കെ ഉയർത്തുന്ന ദിവസമാണ്. അപ്പോൾ ആ ഒരു ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്ന് 2002 ജനുവരി 26. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഓപ്ഷനിലുള്ള മറ്റു ഡേറ്റ്സ് കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ എയിൽ പറയുന്നത് 1947 ജൂലൈ 22. എന്താണ് പ്രത്യേകത? 1947 ജൂലൈ 22 പ്രത്യേകത. അതായത് നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ ഇന്ത്യൻ പതാകയെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ പതാകയെ അംഗീകരിച്ച ഡേറ്റ് ആണെന്ന് പറയുന്നത് 1947 ജൂലൈ 22. എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ ദേശീയ പതാകയെ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗിനെ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് എന്തെന്ന് പറയുന്നത് 1947 ജൂലൈ 22. നമ്മുടെ ദേശീയ പതാകയെ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് 1947 ജൂലൈ 22 എന്നാണ്. 1947 ജൂലൈ 22. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ സി. എന്താണ് ഈ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത? കാരണം ഈ ഒരു ഡേറ്റ് പഠിച്ചാൽ നമുക്ക് 2 ഫാക്ട്സ് അതിനകത്ത് കിട്ടും. 1950 ജനുവരി 24. ശ്രദ്ധിച്ചോ, 1950 ജനുവരി 24. നിങ്ങൾ ആ ബ്രെയിനിലോട്ട് ആ ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തേ. 1950 ജനുവരി 24. എന്താണ് പ്രത്യേകത? അതായത് നമ്മുടെ ദേശീയ ഗാനവും അതുപോലെ തന്നെ ദേശീയ ഗീതവും നാഷണൽ സോങ്ങും എഴുതിക്കോണം. ഞാനൊന്ന് ഷോർട്ട് ഫോം എഴുതുവാണ്. നാഷണൽ സോങ്ങും അതുപോലെ തന്നെ എന്താണ് നാഷണൽ ആന്തവും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതാണെന്ന് പറയുന്നത് 1950 ജനുവരി 24. 1950 ജനുവരി 24. എന്തൊക്കെ? നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ആര് അഡോപ്റ്റ് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത തേർഡ് ഓപ്ഷൻ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ 1957 മാർച്ച് 22. എന്താണ് 1957 മാർച്ച് 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു ദേശീയ കലണ്ടർ ഉണ്ട്, നാഷണൽ കലണ്ടർ. അതാണ് ഷഗൈറ കേട്ടോ. ഷഗൈറ ദേശീയ കലണ്ടറാണ്. എന്തെന്ന് പറയുന്നത് ഷഗൈറ എന്ന് പറയും. ഷഗൈറ ആ ഒരു കലണ്ടറിനെ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു നമ്മുടെ ഇത് കണക്ക് തന്നെ. ഏതാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ കലണ്ടറിനെ ആ കലണ്ടറിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഷഗൈറ. അതിനെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അംഗീകരിച്ചത് 1957 മാർച്ച് 22. 1957 മാർച്ച് 22. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടതാണ് റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇത്രയും ഫാക്റ്റ് നമുക്ക് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഇന്ത്യയിൽ ദേശീയ പതാക നിയമം നിലവിൽ വന്നു 2002 ജനുവരി 26. എന്നാണ് നിലവിൽ വന്നത്? 2002 ജനുവരി 26. ഓക്കെ, എന്താണ് 1947 ജൂലൈ 22 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ച ഡേറ്റാണ് 1947 ജൂലൈ 22. പിന്നീട് നമ്മൾ പറഞ്ഞത് 1950 ജനുവരി 24. എന്താണ് അതിൻ്റെ പ്രത്യേകത? 1950 ജനുവരി
ജനുവരി 24-ന്. ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും നാഷണൽ സോങ്ങിനെയും നാഷണൽ ആന്തത്തെയും എന്ത് ചെയ്തു, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണ് ഇതെന്ന് പറയുന്നത് 1950 ജനുവരി 24. 1950 ജനുവരി 24. പിന്നെ നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ്? ദേശീയ കലണ്ടർ ഷഗൈറയാണ്. ആ ദേശീയ കലണ്ടറിനെ ഷഗൈറ എന്ന ആ ഒരു ദേശീയ കലണ്ടറിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച വർഷം മാസം ദിവസം 1957 മാർച്ച് 22. ഓക്കെ, നമ്മുടെ ദേശീയ കലണ്ടറാണ് ഷഗൈറ. അതിൽ ആദ്യ മാസം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മാസമാണെങ്കിൽ ആദ്യത്തെ മാസത്തിൻ്റെ പറയുന്ന പേരാണ് എന്താണ്? ചൈത്രമാണ് കേട്ടോ. ചൈത്രമാണ് ഫസ്റ്റ് മാസം. ഏതാണ്? ചൈത്രമാണ്. ഓക്കെ, ഈ ഒരു ഷഗൈറയിലെ ലാസ്റ്റ് മന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാസ്റ്റ് മന്ത് അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഫൽഗുണം. ഏതാണ്? ഫൽഗുണം എന്നാണ് കേട്ടോ. ഫൽഗുണം. ഓക്കെ, ഈ ഒരു ഷഗൈറയിലെ ആദ്യ മാസം ചൈത്രമാണെങ്കിൽ ലാസ്റ്റ് മാസം അവസാനത്തെ മന്ത് ഫൽഗുണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ട്സ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാഗിൻ്റെ കാര്യം പറഞ്ഞു, ഫ്ലാഗ് കോഡിന്. അപ്പോൾ ഈ ഫ്ലാഗ് കോഡിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച്. നമ്മളെല്ലാം പറയുന്നില്ലെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ ഒരു ദേശീയ പതാക അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കണമെന്ന് ഈ ഒരു ഫ്ലാഗ് കോഡിൽ പറയുന്നുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 3:2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ലെങ്തും ബ്രെഡ്ത്തുമാണ് കേട്ടോ. ലെങ്ത് ഈസ് ബ്രെഡ്ത്ത്, നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമായിരിക്കണം എന്തെന്ന് പറയുന്നത് 3:2. ഈ ഒരു ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു വരാം. അല്ലെങ്കിൽ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം? ഈ റേഷ്യോയെ തിരിക്കണം, 2:3. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രിക്ക് ഈ ഒരു ഭാഗത്ത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ അത് 3:2 ആണ്. നീളവും വീതിയും. ലെങ്ത് എന്ത് വരണം? 3 വരണം. ബ്രെഡ്ത്ത് എന്ത് വരണം? ഈ പറയുന്ന 2 വരണം. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം, ബ്രെഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതിയാണ്. ഇനി ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ഒരു പതാക ഏത് ഷേപ്പിലായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കണം. എന്താണ്? റെക്റ്റാങ്കുലർ കേട്ടോ. റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദേശീയ പതാകയുടെ ആ ഒരു മോഡൽ അത് എന്ത് ഷേപ്പിലായിരിക്കണം? റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കണം. അത് നമ്മുടെ കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിൽ പറയുന്നുണ്ട്? ഫ്ലാഗ് കോഡിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ നമുക്കെല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മുടെ ദേശീയ പതാകയുടെ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ആദ്യം ഏറ്റവും മുകളിലത്തെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സാഫ്രോൺ ആണ് കേട്ടോ. ടോപ്പിൽ ഏതാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാഫ്രോൺ ആണ്. ഏറ്റവും മുകളിൽ സാഫ്രോൺ. ഓക്കെ, അടുത്ത നടുക്ക് വരുന്ന ഏതാണ്? വൈറ്റ് ആണ് കേട്ടോ. മിഡിൽ വരുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഗ്രീൻ അതെവിടെയാണ്? ഏറ്റവും ബോട്ടം, താഴെ. ആ ഒരു കാര്യം എപ്പോഴായാലും ഓർത്തേക്കണം. നമ്മൾ ഈ പതാകയൊക്കെ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം? ഈ പറയുന്ന കളർ കോഡിലായിരിക്കണം ഫ്ലാഗ് നമ്മൾ ഹോയിസ്റ്റ് ഉയർത്തേണ്ട. ഒന്നുകൂടെ പറയാം. നമ്മുടെ ദേശീയ പതാകയിൽ ടോപ്പിൽ ഏറ്റവും മുകളിലത്തെ നിറം എന്തായിരിക്കണം? സാഫ്രോൺ ആണ്. ഓക്കെ, മിഡിൽ എന്താണ്? വൈറ്റ് ആണ്. ബോട്ടം ഏറ്റവും താഴെ ഏതാണ്? ഗ്രീൻ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസ് ഡേ അന്ന് നമ്മുടെ റെഡ് ഫോർട്ടിൽ ഈ പറയുന്ന പതാക ഉയർത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അന്ന് നമ്മുടെ റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? രാജ്പഥ് എന്നൊരു സ്ഥലമുണ്ട്. രാജ്പഥ് കേട്ടോ. ആ രാജ്പഥിൽ ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ അന്ന് റിപ്പബ്ലിക് ഡേ അന്ന് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡൻ്റ് ആണ് കേട്ടോ. പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഫാക്റ്റും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പ്രസിഡൻ്റാണ് ഉയർത്തുന്നത്. ഓക്കെ, പ്രസിഡൻറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങളൊന്ന് ഓർത്തേക്കണം. അതായത് നമ്മുടെ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യമാണ്. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അന്ന് റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്ന ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. അതുപോലെ തന്നെ ജനുവരി 26 അതായത് ജനുവരി 26 ഏതാണ്? റിപ്പബ്ലിക് ഡേ. അതിൻ്റെ അന്ന് രാജ്പഥിൽ ആരാണ് പതാക ഉയർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പോയിൻറ്സും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇത്രയും പോയിൻറ്സ് ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ടുക്ക് എഫക്ട് ഫ്രം എന്ന് പോലാണ് നിലവിൽ വന്നത് 2002 ജനുവരി 26. എന്താണ് 1947 ജൂലൈ 22 പ്രത്യേകത? അതായത് നമ്മുടെ ദേശീയ പതാകയെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത വർഷം മാസം ദിവസമാണ് എന്തെന്ന് പറയുന്നത് 1947 ജൂലൈ 22. അതുപോലെ തന്നെ 1950 ജനുവരി 24 പ്രത്യേകത എന്ത്? നാഷണൽ ആന്തം, നാഷണൽ സോങ് എന്നിവയെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചതാണ്
ഏതാണ്? 1950 ജനുവരി 24. ഓക്കെ, അതുപോലെ തന്നെ 1957 മാർച്ച് 22 പ്രത്യേകത, അതായത് നമുക്കൊരു ദേശീയ കലണ്ടർ ഉണ്ട്, അതിൻ്റെ പേരാണ് ശകവർഷം. അതിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു 1957 മാർച്ച് 22. അതിൻ്റെ ആദ്യത്തെ മാസവും നമ്മൾ ലാസ്റ്റ് മന്തും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കണം? 3:2. എത്രയാണ് നീളവും വീതിയും? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എത്രയായിരിക്കണം? 3:2 ആണ്. അതുപോലെ തന്നെ മുകളിലത്തെ 3 നിറങ്ങളുടെ കാര്യം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയുന്നു നമ്മുടെ ഈ ഒരു ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് റെഡ് ഫോർട്ടിൽ ആരാണ് ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ രാജ്പഥിൽ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണെന്ന് ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് സെക്ടർ ഓഫ് ദ എക്കോണമി ഡസ് ദ ഗ്രീൻ റവല്യൂഷൻ ബിലോങ്സ് ടു? അതായത് ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഓപ്ഷൻ എ സർവീസ് സെക്ടർ, മലയാളത്തിൽ പറഞ്ഞാൽ സേവന മേഖല, സർവീസ് സെക്ടർ. ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് വ്യാവസായിക മേഖല. ഓപ്ഷൻ സി ഫിനാൻഷ്യൽ സെക്ടർ, സാമ്പത്തിക മേഖല. ഓപ്ഷൻ ഡി ലാസ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ഗ്രീൻ റവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോഴും കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രോബ്ലംസൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ അതിൽ എന്താണ് ആ ഒരു ഉൽപ്പാദനത്തിൽ വർധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ആ ഒരു ഗ്രീൻ റവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ റവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല എന്താണ്? കാർഷിക മേഖല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടറാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അത് നമ്മൾ പറഞ്ഞു. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, അങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് പോയിന്റ്സേ പറയുന്നുള്ളൂ, വളരെ കുറച്ച് പോയിന്റ്സ്. ഹരിത വിപ്ലവം. അപ്പം ആ ഒരു ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1965 മുതൽ 68 വരെയാണ് കേട്ടോ. അപ്പം ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് എന്നാണ് 1965 മുതൽ 68 വരെയുള്ള ഒരു പീരീഡിലാണ്. എക്സാക്ട് വർഷത്തിൽ ഈ ഒരു പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുന്നതാണ് 1965-68. ഇനി എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപ്പാദനത്തിലൂടെ എന്ത് ചെയ്തു? നമ്മുടെ ഈ പറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്. ഇതാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നൊരു കാര്യമാണ് എന്ത് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനിലൂടെ എന്ത് ചെയ്തു? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഏതൊക്കെയാണ്? പഞ്ചാബ് അതുപോലെ തന്നെ ഏതാണ്? ഹരിയാന പിന്നെ ഏതാണ്? ഉത്തർപ്രദേശ്, ഹരിയാന, UP. ഈ ഒരു സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? ഈ ഒരു ഗ്രീൻ റവല്യൂഷനിലൂടെ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ മെയിനായിട്ട് അതായത് ഈ ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സിൻ്റെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ എല്ലായിടത്തും ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ ഇതിൻ്റെ ഒരു എഫക്റ്റ് എവിടെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ ഒന്ന് പറയാം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നോർമൻ ബോർലോഗിനെയാണ് കേട്ടോ. നോർമൻ ബോർലോഗിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, ഇത് ഓർത്തേക്കണം. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ കേട്ടോ, പിതാവ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരെയാണ് എന്ന് ചോദിച്ചാൽ ആരെയാണ്? ഈ പറയുന്ന നോർമൻ ബോർലോഗിനെയാണ്. അപ്പോൾ എന്താണ് MS സ്വാമിനാഥൻ്റെ പ്രത്യേകത? അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് കേട്ടോ. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന MS സ്വാമിനാഥൻ. ആ ഒരു ഫാക്റ്റ് ഓർത്ത് വെച്ചേക്കണം. ഞാൻ ഇത്രേ പറഞ്ഞോളൂ. ഗ്രീൻ റവല്യൂഷൻ ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടത്? കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ. അതിൻ്റെ കാലഘട്ടം 1965 മുതൽ 68 വരെ. ഒരു പോയിൻ്റായ അടുത്തത് എന്താണ് ഈ പറഞ്ഞ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ് കേട്ടോ. ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ് ആണ്. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിലൂടെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അതിൻ്റെ ആ ഒരു ഫലം അത് പ്രകാരം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായ സ്ഥലങ്ങളാണ് ഏതൊക്കെ പറയുന്നത്? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് ആരെന്ന്
പറയുന്നത് നോർമൻ ബോർലോഗ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? MS സ്വാമിനാഥൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ നിലവിൽ BSF HCM ASI അതിൻ്റെ ഓൺലൈൻ ക്ലാസ്, ആ ഒരു കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി? വിളിച്ചിരുന്നാൽ മതി. വിളിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്തു? അതേ സെയിം ക്ലാസ്സിൻ്റെ റെക്കോർഡ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈമിൽ ലൈവിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കോഴ്സിൻ്റെ പീരീഡ് വരെ നമ്മളിടുന്ന ഏത് ക്ലാസ്സും, ഒന്നാമത്തെ ക്ലാസ് മുതൽ നിങ്ങൾ അവസാനത്തെ ക്ലാസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ DPP അങ്ങനെയുള്ള ആ ഒരു പ്രാക്ടീസ് പേപ്പർ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിവിടെ മെസ്സേജ് അയക്കാം. അത് ബന്ധപ്പെട്ട ഏതാണോ എഡ്യൂക്കേറ്റർ, ഏതാണോ സാറ്, അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3 നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പറയുന്നു DPSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓപ്ഷൻ ബി സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്ത ഓപ്ഷൻ സി പറയുന്നു സിറ്റിസൺഷിപ്പ്. ഓപ്ഷൻ ഡി പറയുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന കുറച്ച് പാർട്സ് ഉണ്ട്, കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ്യൂളും ഉണ്ട്. പാർട്സ്, ആർട്ടിക്കിൾ, ഷെഡ്യൂൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്ടുണ്ട്, എത്ര ഭാഗമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 25 ഭാഗമുണ്ട്. 25 പാർട്സ് ഉണ്ട്. എത്രയാണ്? 25 ഭാഗങ്ങളാണുള്ളത്. 25 ഭാഗങ്ങൾ. ഓക്കെ, എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ 448 അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് 470, ഒരു അപ്രോക്സിമേറ്റ്ലി ആണ് ഇത് പറയുന്നത്. ഇതിൽ പല കോൺട്രഡിക്ഷൻസും ഉണ്ട് എങ്കിലും പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഈ ഒരു ഫിഗേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എത്ര പാർട്സ് ഉണ്ട്? 25 പാർട്സ് ഉണ്ട്. എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? ഈ ഒരു സംഖ്യ നിങ്ങൾ ആർട്ടിക്കിൾസിൻ്റെ ഭാഗത്തൊന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം പട്ടിക എന്നാണ്. ഷെഡ്യൂൾസ് 12 ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പം ഈ ഒരു 25 പാർട്ടിൽ, 25 പാർട്ടുള്ളതിൽ എന്താണ് ഈ മൂന്നാമത്തെ പാർട്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളാണ് എന്തിൽ പറയുന്നത്? ഭാഗം 3 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത്, അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിന് ഈ പറയുന്ന 4 ഓപ്ഷൻസിന് എന്താണ്? പാർട്ടുണ്ട്. അതിൽ നമ്മൾ ആൻസർ നമ്മൾ പറഞ്ഞു എന്താണ്? പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നൊരു കാര്യം പറഞ്ഞു. ഞാനപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഓർഡറിലാണ്. അപ്പോൾ ഈ ഒരു പാർട്സ് നമ്മൾ റോമൻ ലെറ്ററിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 3 എന്ന് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ആൻസർ നിങ്ങൾ കണ്ടു, പാർട്ട് 3. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? പാർട്ട് 2, ഭാഗം 2. ഭാഗം 2 എന്തിനെക്കുറിച്ച് പറയുന്നു? ഈ 25 പാർട്ടുള്ളതിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് സിറ്റിസൺഷിപ്പാണ്, പൗരത്വം. സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ചാണ് എന്തിൽ പറയുന്നത്? ഈ പറയുന്ന പാർട്ട് 2 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എന്താണ്? DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് എത്ര എന്ന് പറയുന്നത്? ഭാഗം 4. ഭാഗം 4 പാർട്ട് 4 എന്തിനെക്കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ, അതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഭാഗം 4A. ഭാഗം 4A. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഭാഗം 2 എന്തിനെക്കുറിച്ച് പറയുന്നു? സിറ്റിസൺഷിപ്പ്. ശ്രദ്ധിച്ചു, ഏതാണ്? സിറ്റിസൺഷിപ്പ്. ഓക്കെ, അടുത്ത ഭാഗം 3 നമ്മൾ എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് ഭാഗം 3 പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നു ഭാഗം 4 പാർട്ട് 4 DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മലയാളത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ 4A ആണ്. എത്രയാണ്? 4A. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ആർട്ടിക്കിൾ പറഞ്ഞു. 25 പാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 12 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 448 അല്ലെങ്കിൽ 470. ഈ ഒരു ഫിഗർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ നോക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് പാർട്ട് 3 എവിടെ തുടങ്ങുന്നുണ്ട്? 12 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 12 സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്നുണ്ട്? 35. എത്രയാണ്? 35 അവസാനിക്കുന്നുണ്ട് ഭാഗം 3. അതായത് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. അതുപോലെ തന്നെ ഭാഗം 4 അപ്പോൾ എവിടെ ആരംഭിക്കും? 36 ആരംഭിക്കും. 36 ആരംഭിച്ച് എവിടം വരെ പോകും? ആർട്ടിക്കിൾ 51 വരെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ഭാഗം 4 പറയുന്നത്. ഭാഗം 4 എത്രയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനല്ല ലാസ്റ്റ് ഭാഗം
ഭാഗം പറയുന്നു 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക ചുമതലകൾ, അതിനെക്കുറിച്ച് മൗലിക കടമകൾ, അതിനെക്കുറിച്ച് എത്രയാണ് പറയുന്നത്? ഈ പറയുന്ന ആർട്ടിക്കിൾ 51A എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, 51A. അതായത് ഈ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? 51A B C അങ്ങനെ തുടങ്ങി എവിടെ വരെ പോകുന്നുണ്ട്? K വരെ പോകുന്നുണ്ട് കേട്ടോ. 51AK എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരാണ് ഇതിനകത്ത് പോകുന്നത്. ഇത് വേറെ നമ്പറിൽ പോകുന്നില്ല. ഇവിടെ 51 കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത് 51A മുതൽ 51K വരെയാണ് പോകുന്നത്. 51A, 51B, 51C അങ്ങനെ തുടങ്ങി എവിടം വരെയാണ്? 51K വരെയാണ് പോകുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. നമ്മുടെ 25 പാർട്ടിലെ വളരെ കുറച്ച് പാർട്ടാണ് പറഞ്ഞേക്കുന്നത്. ഭാഗം 3 പാർട്ട് 3 12 മുതൽ 35 വരെ. തീർന്നത് എവിടെ? 11. ഇപ്പോൾ തുടങ്ങേണ്ട എവിടെ? 12. ഇവിടെ 35 വരെ. ഓക്കെ, ഭാഗം 3 എവിടെ അവസാനിച്ചു? 35 അവസാനിച്ചു. അപ്പോൾ എവിടെ തുടങ്ങണം? 36 തുടങ്ങണം. 36 തുടങ്ങി എവിടെ അവസാനിച്ചു? ആർട്ടിക്കിൾ 51 ഭാഗം 4. ഓക്കെ, അടുത്ത ലാസ്റ്റ് പറഞ്ഞു 4A. അവിടെ 4A പറയുന്നുണ്ട്. അതെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 51A മുതൽ 51K വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പോർട്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ആൻസർ പറയുകയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? കുറച്ച് മേജർ പോർട്ട്സ് ഉണ്ട്. അപ്പം ഏകദേശം 13ഓളം മേജർ പോർട്ട്സ് ആണുള്ളത്. ആ ഒരു മേജർ പോർട്ട്സ് എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 13 പറയുന്നതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഒരു വളരെ കുറച്ചുള്ള പോർട്ട്സ് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുക, മനസ്സിൽ പറഞ്ഞ് നോക്കുക ശരിയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്ര. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കേ, ദീൻ ദയാൽ പോർട്ട് ഇന്ത്യയിൽ എവിടെയാണ് ദീൻ ദയാൽ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ദീൻ ദയാൽ പോർട്ടിന് പഴയൊരു പേരുണ്ട്, കാൺല പോർട്ട് എന്നാണ് കേട്ടോ, കാൺല. പിന്നീടാണ് അതിൻ്റെ പേര് എന്തായിട്ട് മാറിയത്? ദീൻ ദയാൽ പോർട്ട് എന്നായത്. ആ ഒരു ദീൻ ദയാൽ പോർട്ട് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ്? ദീൻ ദയാൽ. ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. ഏതാണ്? ഗുജറാത്താണ് കേട്ടോ, ഗുജറാത്ത്. ദീൻ ദയാൽ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാരദീപ് തുറമുഖം എവിടെയാണ്? ഒഡീഷ. പാരദീപ് എവിടെയാണ്? ഒഡീഷയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാരദീപ് പോർട്ട് അല്ലെങ്കിൽ പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത മുന്ദ്ര എവിടെയാണ്? മുന്ദ്രയും ഓൾസോ എവിടെ തന്നെയാണ്? ഗുജറാത്താണ് കേട്ടോ. മുന്ദ്ര പോർട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ് മുന്ദ്ര പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വിഒ ചിദംബരനാർ പോർട്ട് അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖം എന്നൊക്കെ അറിയപ്പെടും. ടൂട്ടുകോറിൻ പോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് എവിടെയാണ്? തമിഴ്നാടാണ് കേട്ടോ. എവിടെയാണ്? തമിഴ്നാടാണ് കേട്ടോ. തൂത്തുക്കുടി അല്ലെങ്കിൽ തമിഴ്നാടാണ് വിഒ ചിദംബരനാർ പോർട്ട്. പിന്നെ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കൊൽക്കട്ട പോർട്ട് അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അപ്പോൾ ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ കൊൽക്കട്ട എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് അല്ലെങ്കിൽ കൊൽക്കട്ട പോർട്ട്. ഈ ശ്യാമപ്രസാദ് മുഖർജി പോർട്ടിൻ്റെ മറ്റൊരു പേരാണെന്നാണ് കൊൽക്കട്ട. എനിക്ക് ചോദ്യം ഇടുവാണെങ്കിൽ അവർ കൊൽക്കട്ട എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, പകരം എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എവിടെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അതെവിടെയാണ്? കൊൽക്കട്ട അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ. അല്ലെങ്കിൽ കൊൽക്കട്ട പോർട്ട് എന്ന് ചോദിച്ചാൽ എന്തിനാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. പിന്നീട് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ദീൻ ദയാൽ പോർട്ട് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അതിനുശേഷം പറഞ്ഞു എന്താണ്? പാരദീപ് എവിടെയാണ്? ഒഡീഷയിലാണ്. പാരദീപ് പോർട്ട് എവിടെയാണ്? ഒഡീഷ. പിന്നെ പറഞ്ഞു എന്താണ്? മുന്ദ്രയും എവിടെ തന്നെയാണ്? ഗുജറാത്താണ്. പിന്നീട് പറഞ്ഞതാണ് വിഒ ചിദംബരനാർ പോർട്ട് അല്ലെങ്കിൽ എന്താണ്? തൂത്തുക്കുടി പോർട്ട് എന്നൊക്കെ അറിയപ്പെടും. അതെവിടെയാണ്? തമിഴ്നാടാണ്. എവിടെയാണ്? തമിഴ്നാട്. പിന്നീട് പറഞ്ഞു എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ശ്രദ്ധിച്ചോളൂ, എന്താണ്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ കൊൽക്കട്ടയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു പോർട്ടും അത് ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. കൂട്ടുകാരെ, ഇത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പാണ് കേട്ടോ, info@andron ടെലഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇന്ന നോട്ടിഫിക്കേഷൻ എന്താണ്, എന്ന് നോട്ടിഫിക്കേഷൻ വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ സാറ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് എവിടെ വരും? ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ വരും. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക? ഈ info@andron എന്നുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ദിവസം ഏകദേശം ഒരു 4-5ഓളം ക്വസ്റ്റ്യൻസ് അതിനകത്ത് വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെറുതെ എങ്കിലും ഇരിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് GK
GK ഒക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. അത് info@andron എന്നൊരു ടെലഗ്രാം ചാനലാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫുൾ ഫോം ഓഫ്, അതായത് നമ്മുടെ ഓപ്ഷനിൽ എന്ത് ചെയ്യുക, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നിങ്ങൾ സെലക്ട് ചെയ്യുക. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓപ്ഷൻസ് വായിക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ എ പറയുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, ഓപ്ഷൻ സി പറയുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോംഡ് ഇന്ത്യ. ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ എബോവ്, ഇവയൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ആൻസർ പറയുകയാണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് എന്ത്, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, മീൻസ് സിമ്പിൾ ആണെങ്കിലും തെറ്റാൻ ചാൻസ് കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണും, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണും, ട്രാൻസ്ഫോംഡ് എന്ന് കാണും, ട്രാൻസ്പെയറൻറ്റ് കാണും. മേ ബി ജസ്റ്റ് 1-2 തവണയൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, തെറ്റാൻ ചാൻസ് കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴായാലും വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ആൻസർ എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് എന്തെന്ന് പറയുന്നത്, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം? എന്താണ്, നാഷണൽ, നാഷണൽ. അടുത്ത ഐ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്താണ്, ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്, ഓപ്ഷൻ ബി സെക്കൻഡ് ആണ്. എന്താണ് ഈ പറയുന്ന നീതി ആയോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത് സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു വിദഗ്ധോപദേശക സമിതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസറി ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗ്. ഈ നീതി ആയോഗിൻ്റെ മുൻഗാമിയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷനെ നിർത്തലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നത്. 2015 ജനുവരി 1 എന്ത് നിലവിൽ വന്നു, നമ്മുടെ നീതി ആയോഗ് നിലവിൽ വന്നു. നീതി ആയോഗ്, ആ നീതി ആയോഗ് നിലവിൽ വന്നു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ന്യൂഡൽഹിയാണ്. എവിടെയാണ്, ന്യൂഡൽഹി. എവിടെയാണ്, ന്യൂഡൽഹിയിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഈ നീതി ആയോഗിൻ്റെ ചെയർമാൻ, ഇതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നത് എല്ലായ്പ്പോഴും ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. അപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് പറയുക, പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയുടെ എന്താണ് തിങ്ക് ടാങ്ക്, തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷനിൽ ഏതിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ, എന്താണ്, നീതി ആയോഗാണ് കേട്ടോ. നീതി ആയോഗ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെയാണ്, നീതി ആയോഗിനെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് എന്തെന്ന് പറയുന്നത്, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് നീതി ആയോഗിൻ്റെ, ന്യൂഡൽഹിയാണ്. എന്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നീതി ആയോഗിൻ്റെ. അതിൻ്റെ ചെയർമാനല്ലോ ഇപ്പോഴും ആരായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് മറ്റു കുറച്ച് അബ്രിവേഷൻസ് കൂടി നോക്കാം, മറ്റു കുറച്ച് കാര്യങ്ങളുടെ ഫുൾ ഫോം കൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കേ, ഈ IFSC എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് കേട്ടോ. എന്താണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അത് നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഇപ്പോൾ മേ ബി നമ്മുടെ ഓപ്ഷൻ എന്ത് ചെയ്യും, അവിടെ സെക്യൂരിറ്റി എന്നൊക്കെ തരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാങ്കുമായി ബന്ധപ്പെട്ടല്ല IFSC കോഡ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെക്യൂരിറ്റിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനല്ല, IFSC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. എങ്ങനെയാണ് പഠിച്ചേ, IFSCയുടെ ഫുൾ ഫോം എന്താണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ WHO, എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ജനീവയാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, WHO ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ ജനീവയിലാണ് എന്താണ് WHO സ്ഥിതി ചെയ്യുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത് നാറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആണ്. ഇവിടെ ഓർഗനൈസേഷൻ എന്നുകൂടിയുണ്ട്, നിങ്ങൾ എഴുതി ചേർത്തേക്കുക. നാറ്റോ അതിൻ്റെ ഫുൾ ഫോം എന്താണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക്, അറ്റ്ലാന്റിക്, ട്രീറ്റി, ഓർഗനൈസേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്ത OTT. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് OTT. OTTയിൽ സിനിമ റിലീസായോ അതാണ് പറയുന്നത്. OTT എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓവർ ദി ടോപ്പ് എന്നാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, എന്താണ് ഓവർ ദി ടോപ്പ് എന്നാണ് എന്ത് ഈ പറയുന്ന OTTയുടെ പൂർണ്ണരൂപം അല്ലെങ്കിൽ ഫുൾ ഫോം. ഓവർ ദി ടോപ്പ് എന്നാണ്, ഓവർ ദി ടോപ്പ്. പിന്നെ NCERT, നമ്മുടെ ഈ സിലബസൊക്കെ ബന്ധപ്പെട്ട NCERT ബുക്ക് എന്ന് പറയത്തില്ലേ, ആ NCERT അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഓഫ്, അവിടെ എഡ്യൂക്കേഷണൽ എന്നാണ്
കേട്ടോ, ശ്രദ്ധിച്ചോണേ. എഡ്യൂക്കേഷണൽ എന്നാണ്, എഡ്യൂക്കേഷണൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ഒന്നുകൂടെ പറയാം, എഡ്യൂക്കേഷണൽ എന്നാണ്. എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്താണ്? NCERTയുടെ ഫുൾ ഫോം. NCERTയുടെ ഫുൾ ഫോമാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അടുത്ത UIDAI, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. UIDAI എന്താണ്? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ നീതി ആയോഗിനെ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. നീതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ശ്രദ്ധിച്ചോണേ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇത് രണ്ടും നോക്കിയാൽ മതി. ഈ രണ്ടെണ്ണത്തിലായിരിക്കും ഓപ്ഷൻ മെയിനായിട്ട് മാറാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആ ഒരു കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ്? IFSC കോഡ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അടുത്ത WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയാം. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, OTT, ഓവർ ദി ടോപ്പ്. NCERT, നാഷണൽ, കൗൺസിൽ, E എഡ്യൂക്കേഷണൽ, റിസർച്ച് ആൻഡ് ട്രെയിനിങ്. UIDAI, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതും റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതായിരുന്നു ഇന്ത്യൻ ഫ്ലാഗ് കോഡാണ്. അത് നിലവിൽ വന്നത് 2002 ജനുവരി 26. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഗ്രീൻ റവല്യൂഷൻ, അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അഗ്രികൾച്ചറൽ സെക്ടറാണ് ഗ്രീൻ റവല്യൂഷൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, അത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണെന്നാണ് പറഞ്ഞത്? മഹാരാഷ്ട്ര. മറ്റുള്ള റിലേറ്റഡ് ഫാക്ട്സും ആ പോർട്ട്സിൻ്റെ കാര്യവും ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. മുന്ദ്ര പോർട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ദീൻ ദയാൽ പറഞ്ഞു, പിന്നെന്താണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് നീതി ആയോഗാണ്. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫുൾ ഫോം പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം OTT, ഓവർ ദി ടോപ്പ്, IFSC കോഡ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, റിലേറ്റഡ് പോയിന്റും പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.